ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാസപ്പിറവിയുമായിട്ടാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കേരളത്തിലെ സുന്നികൾക്കിടയിൽ ഈ ഒരു വർഷം മുഹറം മാസം ചില ആളുകൾക്ക് വെള്ളിയാഴ്ച ഒന്നും മറ്റു ചില ആളുകൾക്ക് ശനിയാഴ്ച ഒന്നുമായിട്ട് വ്യത്യസ്തമായ ദിവസങ്ങളിലാണ്. ആ സുന്നി സംഘടനകൾക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ ഒരു എതിർപ്പുമില്ല, ഒരു വിയോജിപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഐക്യത്തോടു കൂടെയാണ് ഇന്നേ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ മഹല്ലത്തുകാർക്കും ഓരോ ഖാദിമാരുണ്ട്. ആ ഖാദിമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ ആളുകളും അമൽ ചെയ്യുകയാണ്. പക്ഷെ ഒരു പ്രശ്നം എവിടെയും ഇല്ല. അവർക്കാരും എതിർപ്പോ വിയോജിപ്പോ ആർക്കുമില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഏതായാലും ഓരോ ഖാദിമാർ ഉറപ്പിച്ചതനുസരിച്ച് പോയി കണ്ടിരിക്കുകയാണ്. ഖാദിമാർ തമ്മിൽ പ്രശ്നമില്ല, സുന്നികൾ തമ്മിൽ പ്രശ്നമില്ല, ആളുകൾ തമ്മിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നമില്ല. എല്ലാവരും അതിൻ്റെതായ രൂപത്തിലുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ ന്യൂനപക്ഷമായ കുറഞ്ഞ ആളുകൾ, വിരലിൽ എണ്ണാവുന്ന, ഒരു ജുമാക്ക് പോലും ആളെ കൂട്ടാൻ പറ്റാത്ത തികയാത്ത വളരെ കുറഞ്ഞ ആളുകൾ, ഈ കുറഞ്ഞ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഈ സുന്നികൾക്കിടയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തിനെതിരെ, അല്ലെങ്കിൽ ഒരു പണ്ഡിത സഭക്കെതിരെ, ആലിമികൾക്കെതിരെ ഇങ്ങനെ കരിവാരിത്തേക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറായി. പക്ഷെ അത് എവിടെയും എത്തിയിട്ടില്ല. കടലിൽ കായം കലക്കിയതുപോലെ എവിടെയും എത്തിയതുമില്ല. ഏതായാലും ആ വിഭാഗം ആരാണ്? അത് കുരുവട്ടൂരികളാണ്. നൗഷാദും ടീമുമാണ്. കുരുവട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് ആളുകളാണ്. ഏതായാലും അവരുടെ പ്രവർത്തനം വിലപ്പോകുന്നില്ല. നമുക്ക് അതിലേക്ക് വരാം. അവരുടെ ചില കുബുദ്ധികൾ, ഷാഫി മദ്ഹബിലെ ഫുഖഹായിന്റെ കിതാബുകൾക്കെതിരെ അവർ നടത്തിയ ചില കുബുദ്ധികൾ, അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. മാസപ്പിറവി, ഒരു മാസപ്പിറവി ഉണ്ടാവണമെങ്കിൽ, പുതിയൊരു മാസം ഉടലെടുക്കണമെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിബന്ധനകളാണ്. ഒന്ന് മാസം 30 പൂർത്തിയാവുക, മറ്റൊന്ന് മാസം കാണുക. ഇത് ഫുഖഹാന്റെ ഇടയിലോ ആലിമീങ്ങൾക്കുള്ള തർക്കമില്ല. മാസം കാണണം. 29 മാസം കണ്ടാൽ പിറ്റേ ദിവസം ഒന്നായി. എവിടെ കാണണം എന്നുള്ളതും നമുക്ക് ചർച്ചാ വിഷയം തന്നെയാണ്. നമ്മൾ അതിലേക്കും പോകുന്നില്ല. കാരണം മത്തുല, ചന്ദ്രൻ ഉദിക്കുന്ന സമയം, സ്ഥലം, ഈ വിഷയത്തിൽ നമ്മൾ തർക്കങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും മാസം കണ്ടു, ഒരു നാട്ടിൽ മാസം കണ്ടു. ഇപ്പോ നൗഷാദ് പറയുന്ന രൂപത്തിൽ നമ്മുടെ ആലിമീങ്ങൾ പറയുന്നത് മാസം കണ്ടു ഉറപ്പിച്ചതായിട്ട് എവിടെ കണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏതായാലും നൗഷാദും ടീമും പറയുന്ന കായൽപട്ടണത്താണ് സപ്പോസ് സങ്കല്പിക്കുക. കായൽപട്ടണത്ത് മാസം കണ്ടത് കൊണ്ട് കേരളക്കാർക്ക് ബാധകമാകുമോ എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. നമുക്ക് അതിലേക്ക് എത്താം. അത് വിഷയം നോക്കുക. അപ്പോ കായൽപട്ടണത്ത് മാസം കണ്ടാൽ നമുക്കത് ബാധകമാകുമോ? അതെ, നമ്മൾ ഫുഖഹാ പറഞ്ഞൊരു കാര്യമാണ് അത് ആസ്ഥാനമാക്കുന്നത്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. എന്താണത്? കായൽപട്ടണത്ത് മാസം കണ്ടാൽ നമുക്കെങ്ങനെ ബാധകമാകുക? അത് കായൽപട്ടണത്തല്ലേ? നമ്മളുടെയും അവരുടെയും അസ്തമയം വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേരളക്കാരനായ, കേരള സാഹചര്യം പഠിച്ച് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നത് കാണാൻ കഴിയും. സുബ്കി ഇമാം ഉണർത്തുകയാണ്. സുബ്കി ഇമാം നബ്ബഹ എന്ന് പറയുമ്പോ അത് സുബ്കി ഇമാമിന്റെ സ്വന്തം വാക്കല്ല. നൗഷാദ് മനസ്സിലാക്കണം. സുബ്കി ഇമാം സ്വന്തം നഫ്സിന്റെ സ്വന്തം ഭാഗത്ത് വാക്കല്ല. ഈ ഖാദ് പോലെയുള്ള ഫിഖഹിന്റെ ഇസ്തിലാഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. നബ്ബഹ എന്ന് പറയുമ്പോ അത് അസ്ഹാബ്, ഷാഫി മദ്ഹബിലെ അസ്ഹാബിന്റെ വാക്കാണ്. ആ വാക്കിന്റെ മേൽ അസ്ഹാബിനുള്ള വീക്ഷണം, ആ വീക്ഷണത്തെയാണ് സുബ്കി ഇമാം ഉണർത്തുകയാണ്. ഇത് സുബ്കി ഇമാമിന്റെ സ്വന്തം വാക്കല്ല, അത് അസ്ഹാബിന്റെ അഭിപ്രായമാണ്, അസ്ഹാബിന്റെ വീക്ഷണമാണ്. അപ്പൊ അസ്ഹാബിന്റെ വീക്ഷണമാണ് ബഹുമാന സുബ്കി ഇമാം പറയുന്നത്. ആ വീക്ഷണത്തെ മറ്റുള്ള ചില പണ്ഡിതന്മാർ ഇത്തിബാ ചെയ്യുകയാണ്, ഫോളോ ചെയ്യുകയാണ്, പിന്തുടരുകയാണ്. എന്താണ് ആ വാക്ക്? അല അന്നഹു യൽസമു മിന റുഇയതി ഫിൽ ബലദി ശർഖി, ശർഖിയായ നാട്, അതായത് കിഴക്കൻ പ്രദേശങ്ങളിൽ ചന്ദ്രനെ കാണാം. ആ കാണലിനാൽ ഉണ്ടായിത്തീരും റുഇയത്തുഹു ഫിൽ ബലദിൽ ഗറബിയി,
പടിഞ്ഞാറൻ രാജ്യങ്ങൾ കാണൽ ലാസിമാണ്. റുഇയത്ത് വുജൂദ് എന്നല്ല കിതാബിലുള്ളത്, റുഇയത്ത് എന്ന് തന്നെയാണ്. കാണൽ ലാസിമാണ്. മിൻ അക്സ് തിരിച്ചില്ല. പടിഞ്ഞാറ് രാജ്യങ്ങൾ കണ്ടാൽ കിഴക്കൻ രാജ്യങ്ങൾ കാണണമെന്നില്ല. നാം കിഴക്കൻ രാജ്യങ്ങൾ കണ്ടാൽ പടിഞ്ഞാറ് രാജ്യങ്ങൾ കാണാൻ പറ്റും. കാരണം ആദ്യം രാത്രി പ്രവേശിക്കുന്നത് ഷർഖിയിലാണല്ലോ, കാരണം കിഴക്കൻ രാജ്യങ്ങളിലാണല്ലോ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന് വിശദീകരിച്ചുകൊണ്ട് സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖളിയത്തു കലാമിഹി അന്നഹു, ഈ ഫുഖഹായിന്റെ കലാമിന്റെ ഖളിയത്തു കലാമിഹി, ഫുഖഹാ അസ്ഹാബിന്റെ കലാം, ആ കലാമിന്റെ താല്പര്യം എന്താണ്? അന്നഹു താല്പര്യം, സംസാര താല്പര്യം, അന്നഹു മത്താറു ഫീ ശർഖിയീൻ, കിഴക്കൻ രാജ്യങ്ങൾ വല്ലപ്പോഴും കാണപ്പെട്ടാൽ ലസിമ കുല്ല ഗർബിയീൻ, എല്ലാ കിഴക്കൻ രാജ്യങ്ങൾക്കും നിർബന്ധമാണ്. ബിൻ നിസ്ബത്തിയിലേക്ക്, ആ നാട്ടിലേക്ക് ചേർത്തി വെക്കിക്കൊണ്ട് അൽ അമലു, അമല് ചെയ്യണം. ബിതിൽക റുഇയത്തി, ഈ അവിടെ കണ്ടതുകൊണ്ട്. അപ്പൊ കിഴക്കൻ രാജ്യങ്ങളിൽ സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാം, കിഴക്കൻ രാജ്യങ്ങളിൽ ചന്ദ്രനെ കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അമല് നിർബന്ധമാണ്. അമല് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കണം. അവിടെ മാസം കണ്ടാൽ ഇവിടെയും ബാധകമാണെന്ന് വെക്കണം. ആ നാട്ടിലേക്ക് ചേർത്ത് നോക്കിക്കൊണ്ട് ഇവിടെയും ബാധകമാണ്. വൈ നിഖ്തലഫത്തിൽ മതാലിയു, ചന്ദ്രന്റെ ഉദയ സമയങ്ങൾ അത് ചെറിയ വ്യത്യാസപ്പെട്ടാലും ശരി. ഇത് സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ നൗഷാദ് പറയുന്നത് തിരിച്ചാണ്. ഇതാണ് ഈ അഭിപ്രായത്തെ ഇമാം റംലി ഇമാം അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഗ്നിയിൽ അത് അംഗീകരിക്കുന്നുണ്ട്. ഈ വീക്ഷണത്തെ, ഇതേ വീക്ഷണം തന്നെ തുഹ്ഫയിലും കൊണ്ടുവന്നിട്ടുണ്ട്. തുഹ്ഫയിൽ കൊണ്ടുവന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷർവാനി പറയണം, അഖറഹു ഫിൽ നിഹായ വൽ മുഗ്നി, മുഗ്നിയിലും നിഹായിലും ഇത് അംഗീകരിക്കുക എന്ന് പറയുക. എന്നിട്ട് ഇതേ വീക്ഷണം നൗഷാദ് പറയുന്നത് തിരിച്ചാണ്. ഇദ്ദേഹം പറയുന്നത് എന്താ? എന്നിട്ട് തുഹ്ഫയിൽ എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിഴക്കൻ രാജ്യങ്ങൾ കണ്ടു എന്നതുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യം കണ്ടു എന്ന് പറയാൻ പറ്റൂല, കാരണം ആറ് ഉണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്നാൽ റംലി ഇമാം പറയുന്നതും അതനുസരിച്ചല്ല, അവിടെ ഉണ്ട്, കാണണം, ലാസിമാണ്, കാണണം എന്നാണ്. ഇത് ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനായ റംലി സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ബിനിസ്ബത്തിയിലേക്ക് ലസിമൽ അമല് നിർബന്ധമാണെന്ന് പറയുന്നത്. അപ്പൊ ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ് ബഹുമാനപ്പെട്ട സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? കാണാതെ പറയുമോ? അതൊരു വിഷയം തന്നെയല്ലേ. ഇനി നമുക്ക് നോക്കാം, ഇയാൾ പറയുന്നത് എന്താ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന്റെ ഇടയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന്. കാരണം സുബ്കി ഇമാം പറഞ്ഞതിന്റെ ഇടയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തുഹ്ഫയിലുണ്ട് എന്ന് ഇദ്ദേഹം പറയാം. അതെന്താണ്? വഫീഹി മുനാഫാത്തുൻ ലില്ലാഹിരി കലാമിഹിം, ഫുഖഹായിന്റെ കലാമിനോട്, അസ്ഹാബിന്റെ കലാമിനോട് ലാഹിർ എതിരാകുന്നുണ്ട്. വയുവജ്ജഹു കലാമുഹും, അങ്ങനെയാണെങ്കിൽ അവരുടെ വാക്കിൽ നമുക്ക് തൗജീഹ് പറയപ്പെടാൻ പറ്റും. ലാസിമ ഇന്നമാ ഹുവൽ വുജൂദ്, സൂര്യൻ ഉണ്ട് എന്നുള്ളത് വിട്ടുള്ളൂ. അതായത് കിഴക്കൻ രാജ്യങ്ങളിൽ സൂര്യനെ കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സൂര്യൻ ഉണ്ട് എന്ന് വിട്ടുള്ളൂ. ല റുഇയത്തു, എന്തല്ല? കാണലല്ല. കാരണം ഇത് കദ് യംനഉ മിൻഹാ മാനിഉൻ വൽ മദാറു അലൈഹാ ലാ അലൽ വുജൂദ്, സൂര്യൻ ഉണ്ട് എന്നതിന് മേലല്ല, കാണലിന്റെ മേലാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എന്ന് തുഹ്ഫയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാമും മുഗ്നിയും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അവർ റംലി ഇമാമും മുഗ്നിയും അത് പറ്റുമെന്നും, എന്നാൽ തുഹ്ഫയിൽ അത് ആധാരമാക്കി പ്രവർത്തിച്ചുകൂടാ എന്നും തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. അപ്പൊ തുഹ്ഫയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തമ്മിൽ ആ അഭിപ്രായ വ്യത്യാസം വന്നു. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ആരെയാണ് മുന്തിക്കേണ്ടത്? തുഹ്ഫയെ മുന്തിക്കാം, നിഹായെ മുന്തിക്കാം. തെർജീഹിന് കഴിവുള്ള ആളുകൾ, ഇതിൽ ആരാണ് പ്രബലമാക്കേണ്ടത്? കഴിവുള്ള ആളുകൾ. അതിന് നിബന്ധനകളുണ്ട്. ആ നിബന്ധന അടിസ്ഥാനമാക്കിയാണ് ആരെയും പ്രബലമാക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, അങ്ങനെയാക്കാം. അല്ലെങ്കിൽ തുഹ്ഫയെ മുന്തിക്കാം, അല്ലെങ്കിൽ നിഹായെ മുന്തിക്കാം. നിഹാ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാം, തുഹ്ഫ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാം. അതൊന്നും തെറ്റുള്ള കാര്യമല്ല, രണ്ടും ചെയ്യാം. അത് ഫുഖഹാ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നൗഷാദ് നിഷേധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് മറുപടിയും പറയാം. ഏതായാലും ഇദ്ദേഹം പറയുന്നത് അത് അങ്ങനെ, ഇദ്ദേഹം തിരിച്ചാ പറയുന്നത്. ഇപ്പൊ വാസ്തവത്തിൽ നൗഷാദ് മനസ്സിലാക്കണം ഇത് കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതേ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഈ ആബിൽ പറയുന്നെന്താ? ഈ സുബ്കി ഇമാമിന്റെ വാക്കിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണ്ടേ?
ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ ഈ ആബിൽ ഇത് ബഹുമാനപ്പെട്ടവർ അത് അംഗീകരിക്കുന്നതായിട്ട് പറയുകയാണ്. ഈ ഭാഗം ഈദുമായി മസ്അല വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഫീഹി തസ്ലീമുൽ ലിഖൗലി സുബ്കി. രണ്ടാളുകൾ സഹോദരന്മാരാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയും. രണ്ടാളും വ്യത്യസ്ത രാജ്യങ്ങളിലാണ്. രണ്ട് സഹോദരന്മാരാണ്. ഒരാൾ ഷർഖിയിലാണ്, കിഴക്കൻ രാജ്യങ്ങളാണ്, മറ്റൊരു പടിഞ്ഞാറ് രാജ്യത്താണ്. ആ സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആര് ഇർസെടുക്കും, അനന്തര സ്വത്തെടുക്കും എന്ന വിഷയം അതിലേക്ക് കടക്കുന്നില്ല. ആ വിഷയം വിശദീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ സൂര്യകിരണന്റെ അവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ടൊക്കെ പറയുകയാണ്, വഫീഹി തസ്ലീമുൽ ലിഖൗലി സുബ്കി അൽ മദ്കൂർ. സുബ്കി ഇമാം പറഞ്ഞ വാക്കിനെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നതായിട്ടുണ്ട്. ഹാദാ കലാമുൽ ഇആബി വഫീഹി തസ്ലീമുൻ ലിഖൗലി സുബ്കി അൽ മദ്കൂർ ലാകിൻ ഫി തുഹ്ഫതി വഖളിയതു അൻഹു മതാറുയ ഫി ശർഖിൻ ലസിമ കുല്ല ഗർബിൻ ബിൻനിസ്ബതി. അപ്പൊ തുഹ്ഫയിലാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്. ഈ ആബിൽ സുബ്കി ഇമാമിന്റെ വാക്കിനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയും നിഹായും ഇങ്ങനെ കിതാബുകൾ മാത്രമേ എതിരാവുന്നുള്ളൂ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന് ഈ മസ്അല സ്വന്തമായി അഭിപ്രായം ഉണ്ടോ എന്ന് പറയാമെങ്കിൽ തുഹ്ഫ എന്ന കിതാബാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിതാബായ തുഹ്ഫയാണ് എതിരാകുന്നത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഈ ആബിൽ തിരിച്ചാണ് പറയുന്നത്. സുബ്കി ഇമാമിന്റെ വാക്കിനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ വാസ്തവത്തിൽ നൗഷാദ് മനസ്സിലാക്കണം, ഫിഖ് അറിയാത്തത് കൊണ്ട് പറ്റിയ കേടാണ്, അമളിയാണ്. ഇനി ഈ ഉലമ പറഞ്ഞ അഭിപ്രായത്തിൽ നമുക്ക് ജംഅ ചെയ്യാം. സൂര്യൻ കാണണം, ചന്ദ്രനെ കാണണം, ചന്ദ്രനെ കാണൽ അടിസ്ഥാനം, അതിലൊരു തർക്കവുമില്ല. എന്നാൽ ശർഖിയായ നാട് കണ്ടാൽ എന്നാൽ മഗ്രിബിലേക്ക് ബാധകമാകും എന്നത് അടിസ്ഥാനമാണ്. അതല്ലാത്ത സ്ഥലങ്ങളിൽ, അങ്ങനെയല്ലാത്ത സ്ഥലങ്ങളിൽ കാണണം. അത് തന്നെയാണ് വൽ മദാറു അലൈഹ എന്ന് പറഞ്ഞാൽ കാണൽ ലാസിമാണ്, കാണണം. നമ്മുടെ അടിസ്ഥാനം കാണലിന് മേലാണ്. അതേ കാണലിന് മേലാണ്. അത് എവിടെയാണ്? അടിസ്ഥാനപരമായിട്ട് ചന്ദ്രൻ മാസപ്പിറവി കണ്ടാൽ മാത്രമേ മാസം തിരപ്പെടുകയുള്ളൂ. ഇനി അതിൽ നിന്ന് മറ്റൊരു ഹുക്മ പറയുകയാണ്, കിഴക്കൻ രാജ്യങ്ങൾ കണ്ടാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന അതിന് ഉറൂവും ജിഹത്തുമെല്ലാം ഒത്തുവരുന്നതായ പടിഞ്ഞാറ് രാജ്യങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ അത് അവിടെ കാണലല്ല, മറ്റേ നാൾ ഇത്തിബായിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ കണ്ടാൽ മതി, ഇവിടെ ബാധകമാണ് എന്നാണ് ഇതിന്റെ മസ്അല. നൗഷാദ് മനസ്സിലാക്കിയിട്ടില്ല. നൗഷാദ് മനസ്സിലാക്കിയ സ്ഥലത്ത് പയച്ചു പോയതാണ്. ഇനിയും ഇദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്തല്ല? ഹഖല്ല, സത്യമല്ല, ഉലമാന് കരിവരിത്തേക്കലാണ്. ആർക്കും ബോധ്യപ്പെടും. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൗഷാദ് സംസാരിക്കുകയാണെങ്കിൽ ആധികാരികമായി തന്നെ ഇൻഷാ അല്ലാഹ് കിതാബ് വെച്ചുകൊണ്ട് സംസാരിക്കും. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.